നമസ്കാരം. താനും സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/2022 പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഇനി വരാൻ പോകുന്ന LGS എക്സാം എഴുതുന്നവർക്കും അതേപോലെ പ്രിലിംസ് തയ്യാറെടുക്കുന്നവർക്കും മറ്റു കേരള PSCയുടെ GK ക്വസ്റ്റ്യൻസിനും വേണ്ടി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം, പഠിക്കാം. റിവിഷന് വേണ്ടി നമുക്ക് ഓർമ്മയും അതുപോലെ ഉത്തരങ്ങൾ തറവാകുകയും ചെയ്യുമെന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ സൗമ്യ സ്വാമിനാഥൻ. ചീഫ് സയൻറ്റിസ്റ്റ് ആരായിരുന്നു? സൗമ്യ സ്വാമിനാഥൻ. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ആൻസർ 5+, 3+, 3+4. ഡോക്ടർ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ ഘടന, വിദ്യാഭ്യാസ ഘടന, നയത്തിൻ്റെ ഘടന എന്തായിരുന്നു ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 5+, 3+, 3+4 ആണ്. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? ചെങ്കോട്ട. 500 രൂപ നോട്ടിൽ ചെങ്കോട്ട. 500, 5 ചെങ്കോട്ട. 500, 5 ചെങ്കോട്ട നമുക്ക് ഓർത്തിരിക്കാം. 2024 ഒളിമ്പിക്സ് വേദി ഏതാണ്? പാരീസ്. 2024 ഒളിമ്പിക്സ് വേദി പാരീസ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്ന അതിനുള്ള പദ്ധതി ഏതാണ്? മൃതസഞ്ജീവിനി. അവയവദാനം, മൃതസഞ്ജീവിനി. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 21. അന്തർദേശീയ മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. നെക്സ്റ്റ് വൺ, ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. ജസ്റ്റിസ് സിറിയക് ജോസഫ്. നെക്സ്റ്റ് വൺ, 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇംഗ്ലണ്ട്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവന നോക്കാം. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4 ബ്രസൽസാണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശരിയായ പ്രസ്താവന ഏതൊക്കെയായിരുന്നു? 1, 2, 3 പ്രസ്താവനകളും ശരിയാണ്. നാറ്റോയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് LDCക്ക് പോലും വന്നിട്ടുണ്ടെന്ന് ഓർക്കുക. വളരെ ഇമ്പോർട്ടൻസ് അതിന് വേണ്ടി കൊടുക്കുക. നെക്സ്റ്റ് വൺ, 2022 കൂടി രാജ്യത്ത് എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജന. നെക്സ്റ്റ് വൺ, ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ സിവാലിക്. ഏറ്റവും തെക്ക് ഭാഗം സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ്. 3 പർവ്വതങ്ങളുടെ ഒരു നിരയാണെന്ത്? ഹിമാലയം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും തെക്ക് ഭാഗം ഏതാണ്? സിവാലിക്കാണ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? വിഴിഞ്ഞം. തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് എവിടെയുള്ളത്? വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം എന്ന് ഓർത്ത് വെക്കുക. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? നാഗ്പൂർ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏതാണ്? നാഗ്പൂർ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻസ് നോക്കാം. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കുന്നതിനുള്ള കഴിവ് കുറവാണ്. എക്കൽ മണ്ണിന് ഫലവിഷ്ടി കുറവാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ 1ഉം 2ഉം ശരിയാണ്. ഏതൊക്കെയെന്ന് വെച്ചാൽ പുതിയ എക്കൽ മണ്ണ് നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് റിഗർ എന്ന് വിളിക്കുന്നു. ഖാദറും റിഗറും ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? മുംബൈയാണ്. മുംബൈയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്. മുംബൈ. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഗുജറാത്താണ് പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ 42. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42 ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. നെക്സ്റ്റ് വൺ. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? വിവരാവകാശ നിയമം എന്ന് വന്നു? 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 3-ാം ഭാഗം. മൗലിക അവകാശങ്ങളാണ് 3-ാം ഭാഗം. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോകചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട്? എത്ര ആരക്കാലുകൾ ഉണ്ട്? 24 ഉണ്ട്. 24 ആരക്കാലുകൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഇവിടുത്തെ നമുക്ക് നോക്കാം. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യ. രൂപകൽപ്പന ചെയ്തതാണ് പിംഗലി വെങ്കയ്യ. രൂപകൽപ്പന പിംഗലി വെങ്കയ്യ. നെക്സ്റ്റ് വൺ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് മൗലിക അവകാശം ഉൾപ്പെടാത്തത്? സ്വത്തവകാശം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭം ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇതാരുടെ പ്രഖ്യാപനമാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6 ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം
ആരംഭിച്ചതെന്നാണ് 1930 ഏപ്രിൽ 6-നാണ്. ഉപ്പു സത്യാഗ്രഹം ഓർത്താൽ മതി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഗാഫർ ഖാൻ. അതിർത്തി ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഗാഫർ ഇതിൻ്റെ അല്ലേ എന്ന പ്രസരണമുണ്ട് അവിടെ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഒരുപാട് പേര് വരുമ്പോൾ നമുക്ക് വെച്ചിട്ട് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക ആരാണ്? അരുണ അസഫ് അലി. നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന ആരാണ്? നാഗന്മാരുടെ റാണി ഗൈഡിലിയോ. നാഗന്മാരുടെ റാണി ഗൈഡിലിയോ. താഴെ കൊടുത്ത വ്യക്തികളിൽ നിന്ന് 3 വെട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് ആരാണ്? 3-ലും പങ്കെടുത്ത വ്യക്തി ഡോക്ടർ BR അംബേദ്കർ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നയത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻവാലാ ബാഗിൽ ഒത്തുകൂടി പ്രതിഷേധിച്ചത്? റൗലറ്റ് ആക്ട്. റൗലറ്റ് നിയമം. റൗലറ്റ് ആക്ട്. വിധിയുമായ ഒരു കൂടിക്കാഴ്ച ആരുടെ ഔസ്മരണീയമായ പ്രസംഗമായിരുന്നു? ആൻസർ ജവഹർലാൽ നെഹ്റു. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒഡെയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളി ആരായിരുന്നു? ഉദ്ധം സിംഗ്. മൈക്കിൾ ഒഡെയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ ആരാണ്? ഉദ്ധം സിംഗ് ആണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. യക്ഷഗാനം കാസർഗോഡ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? സൈലൻറ്റ് വാലി എവിടെയാണ്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. താഴെ കൊടുത്തിട്ടുള്ളവരിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? കിഴക്കോട്ടുള്ള നദി ഏതാണ്? പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏറ്റവും വലിയ ഇടുക്കിയാണ്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂഭാഗമാണ്? തീരപ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം? OM നമ്പ്യാർ. ആത്മോപദേശ ശതകം കർത്താവ് ആരാണ്? ശ്രീ നാരായണഗുരു. ശാസ്താംകോട്ടയിൽ കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരി കോയിലിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചാരാണ്? ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൾ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? പൊയ്കയിൽ കുമാരഗുരുദേവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. സവർണജാഥ മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? വക്കം അബ്ദുൾ ഖാദറാണ്. ഇത് റെയർ ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കുക. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? അയ്യങ്കാളി. അടുക്കളയിൽ നരങ്ങത്തേക്കുന്ന നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. പദ്ധതികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? നിരൂപണം ആരുടെയാണ്? ചട്ടമ്പിസ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ. ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? സാർവിക ദാതാവ്
O ഗ്രൂപ്പ് ആണ്. AB എന്ന് പറയുമ്പോൾ സാർവിക സ്വീകർത്താവ്. വാർഡൽ ടെസ്റ്റ് ഏത് രോഗം ബന്ധപ്പെട്ട് ഇരിക്കുന്നു? ടൈഫോയിഡ്. മനുഷ്യശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥിയുണ്ട്? വാരിയലിൽ അല്ലേ എത്ര അസ്ഥി ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? 24 ഉണ്ട്, 12 ജോഡി. ശരീരത്തിൽ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം D ആണ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? അതെപ്പോഴും ന്യൂട്രലായിരിക്കും. -7 ഏകദേശം വരാം. ന്യൂട്രലായിരിക്കില്ല, ആൽക്കലിറ്റിയും ഇല്ല, അസിഡിറ്റിയും ഉണ്ടാവില്ല. ന്യൂട്രലാണ് എപ്പോഴും pH മൂല്യം വരിക. വാസസ്ഥലത്തിന് മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വാസത്തിന് മാത്രമായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുക? താമസിക്കാൻ വേണ്ടി മാത്രം ആശ്രയിക്കുന്നു. ആൻസർ എപ്പിഫൈറ്റുകൾ. താമസിക്കുന്നത് ഒരിടത്താണ്, പക്ഷെ അവർക്ക് വെള്ളവും ഇതൊക്കെ വലിച്ചൊരു സെപ്പറേറ്റ് എടുത്തോളും. അവരാണ് ആര്? എപ്പിഫൈറ്റുകൾ. ഭൂകാണ്ഡത്തിന് ഉദാഹരണം ആരാണ്? ഉരുളക്കിഴങ്ങ്. പയർവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഹരിത. ചന്ദ്രശങ്കര എന്ന സങ്കരീനം തെങ്ങ് ഏതിനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന് പറയുമ്പോൾ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം? കാർബൺ 12, കാർബൺ 13 ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നത്. ഇതിൽ നോക്കാം. 1 മിനിറ്റ്. 2 ഉണ്ട്, അതുപോലെ മൂന്നാമത്തെയുണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 2, 3 നാലാമത്തേത് ഹൈഡ്രജനും കാർബണിൻ്റെയും ആണ് ഐസോട്ടോപ്പുകൾ എന്ന് പറയുക. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് അല്ലേ, എല്ലാവർക്കും അറിയാം. അലൂമിനിയം. മൂലകങ്ങളുടെ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമേ വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ? അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആരായിരുന്നു അത്? മോസ്ലി. അറ്റോമിക് നമ്പർ മോസ്ലി. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം എന്താണ്? ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ NaHCO3 ആണ്. ബേക്കിംഗ് സോഡ H ഉണ്ട്, NaHCO3 ആണ്. സോഡിയം ബൈ കാർബണേറ്റ്. ഊർജ്ജത്തിൻ്റെ ഡയമെൻഷണൽ സമവാക്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ആർക്കാണ്? ജലം. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതാണ്? ഗുരുത്വബലം, ഭൂഗുരുത്വബലം. മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയുമ്പോൾ അതെത്രയാണ്? ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 1,00,000 എത്ര 1000 ഉണ്ട്? 100 എണ്ണം. 40 - 8 / 2 × 3 എന്ന് പറയുമ്പോൾ എത്ര വരും നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്, 28. 3 ബൾബുകൾ യഥാക്രമം 3, 4, 5 മിനിറ്റുകൾ ഇടവിട്ട് പ്രകാശിക്കും. അവയെല്ലാം ഒരുമിച്ച് 8 AM കത്തിയെങ്കിൽ വീണ്ടും എപ്പോൾ ഒരുമിച്ച് പ്രകാശിക്കും എന്ന് ചോദിച്ചാൽ ആൻസർ നമുക്ക് എന്ത് പറയാം? 9 AM. 2, 4, 6 എന്നീ സംഖ്യകളുടെ ഉസാഖ എത്രയാണ്? 2. നീളം 3 - 4 മീറ്ററും വീതി 9 - 3 മീറ്ററുമായ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്ററാണ്? 35. 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? ഓപ്ഷൻ സി ആണ്, 31.207. ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളിൽ പൂർണ്ണവർഗ സംഖ്യ ആകാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? 2502. ഒരു സ്ഥാപനത്തിൽ 15 ജോലിക്കാരുണ്ട്. അതിൽ നിന്നും 32 വയസ്സുള്ള ഒരാൾ സ്ഥലം മാറിപ്പോയി, പകരം മറ്റൊരാൾ ജോലിക്ക് വന്നപ്പോൾ ജോലിക്കാരുടെ ശരാശരി വയസ്സ് 1 കൂടിയെങ്കിൽ പുതുതായി വന്ന ആളുടെ പ്രായം എത്രയാണ്? 47 ആണ്. 750 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം വിൽക്കുമ്പോൾ 14% ലാഭം കിട്ടണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? ആൻസർ ഓപ്ഷൻ സി ആണ്, 855. 120 മീറ്റർ നീളമുള്ള തീവണ്ടി 108 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു.
ഈ തീവണ്ടി 150 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് 10 സെക്കൻഡ്. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ ഡിവേർഷൻ, ഇൻറ്റു എന്നാൽ പ്ലസ്, ഡിവിഷൻ എന്നാൽ മൈനസും ആയാൽ 12 -3 ഇൻറ്റു 4 പ്ലസ് 2/5ൻ്റെ വില എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 7. ശ്രേണിയുടെ അടുത്ത സംഖ്യ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് 15. സമാന ബന്ധം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് അസ്തമയം. 94ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് അടുത്തിരിക്കുന്ന സംഖ്യയെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കും. മൂന്നാമത്തെ സംഖ്യ എത്രയായിരിക്കും? ആൻസർ ഞാൻ പറയാം. ആൻസർ ഓപ്ഷൻ എ ആണ് 3 to 5. ശരിയായ രീതിയിൽ ക്രമീകരിച്ചത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, പരുന്തി. അറിയാം, അതിനെ കഴിക്കുന്ന രീതി വെച്ചിട്ടാണ് ആക്കിയേക്കുന്നത്. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് GHJ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വേറിട്ട് നിൽക്കുന്ന ആരാണ്? ത്രികോണമാണ്. ഓപ്ഷൻ എ ആണ്. 99ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 100ൻ്റെ ആൻസർ വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. വീണ്ടും കാണാം. നമുക്ക് LGSന് വേണ്ടി പ്രിലിംസ് നന്നായി പ്രിപ്പയർ ചെയ്യാം. റിവിഷൻസ് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ച് മുന്നേറാം. ടിപ്സിലൂടെയും ടെക്സ്റ്റിലൂടെയും പഠിക്കണം എന്നാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരിക്കൽ കൂടി ഓക്കെ.